താരസംഘടന അമ്മയിലെ തർക്കത്തിൽ അൻസിബയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അമ്മ അസോസിയേഷൻ. മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകി സംഘടനയെ തകർക്കാൻ ശ്രമിച്ചെന്ന് കാരണം കാണിക്കൽ നോട്ടീസിൽ പരാമർശം. ഉടൻ വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നും മുന്നറിയിപ്പ്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, അൻസിബയ്ക്കെതിരെ കടുത്ത നടപടിയാണോ അമ്മ അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്? കാരണം കഴിഞ്ഞ ജൂൺ 3-ാം തീയതി അൻസിബയോട് നേരിട്ട് ഹാജരായി തന്റെ പരാതി പറയാൻ അമ്മ അസോസിയേഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അമ്മ അസോസിയേഷന് മുന്നിൽ അൻസിബ ഹാജരായിരുന്നില്ല. മാത്രമല്ല, മാധ്യമങ്ങൾക്ക് അൻസിബ ഇന്റർവ്യൂ നൽകി എന്നുള്ളതാണ് അമ്മ അസോസിയേഷന്റെ ആക്ഷേപമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി ജൂൺ 17-ന് മുൻപ് നൽകണം. അതല്ലെങ്കിൽ സംഘടനയിൽ നിന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ആണ് ഇത് സംബന്ധിച്ചുള്ള ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അൻസിബയ്ക്ക് നൽകിയിരിക്കുന്നത്. വ്യക്തമായ മറുപടി 17-ാം തീയതിക്കുള്ളിൽ അൻസിബ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. താരസംഘടനയായ അമ്മയിലെ തർക്കം കഴിഞ്ഞ ഏതാനും നാളുകളായി നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് അമ്മ അസോസിയേഷനിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ ട്രഷറർ സ്ഥാനത്ത് നിന്നും അതിന്റെ എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് നിന്ന് അൻസിബ രാജിവെച്ചിരുന്നത്. പിന്നീട് അൻസിബ തന്നെ പറഞ്ഞിരുന്നു താൻ രാജിവെക്കാൻ കാരണം ടിനി ടോം അടക്കമുള്ള ആളുകളുടെ തന്നോടുള്ള പെരുമാറ്റത്തിന്റെ ഭാഗമായാണ് താൻ രാജിവെക്കേണ്ടി വന്നതെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, അസോസിയേഷൻ ഒരു അമ്പലത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു മതപരമായ സ്ഥാപനത്തിൽ നിന്നും പണം കൈപ്പറ്റി അത് തനിക്ക് എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താൻ രാജിവെച്ചത് എന്നുള്ളതായിരുന്നു അൻസിബ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതേ തുടർന്നാണ് പിന്നീട് വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയതും പോലീസ് കേസ് അടക്കമുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ പോലീസ് അന്വേഷണം അടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതും. ഇതിനിടയിൽ തന്നെയാണ് അൻസിബയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും അസോസിയേഷൻ നൽകിയിരിക്കുന്നത്. ശരി സൈൻ, എന്തായാലും അൻസിബ വ്യക്തമായ ഒരു മറുപടി നൽകിയില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.